ഇന്ന് നമുക്ക് സർക്കാർ പണം കൈകാര്യം ചെയ്യുന്ന രീതികളിലെ പ്രാഥമികമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്താലോ? വളരെ നല്ല കാര്യം മാഷേ. ബജറ്റ് പഠിക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പം പിടിച്ച കുറെ കാര്യങ്ങൾ ഉണ്ട്. മാഷേ, സർക്കാർ നമ്മുടെ പണം സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും 3 ഭാഗങ്ങളിലാണല്ലോ. ഇക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ? സർക്കാർ കണക്കുകൾ സഞ്ചിത നിധി അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ട്, ആകസ്മിക നിധി അഥവാ കണ്ടിൻജൻസി ഫണ്ട്, പൊതുകണക്ക് അഥവാ പബ്ലിക് അക്കൗണ്ട് എന്നിങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. മാഷേ, ഇത്തരം തിയറികൾ പെട്ടെന്നങ്ങ് തലയിൽ കയറുന്നില്ല. സാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞു തരുമോ? അതിനെന്താ, പറയാമല്ലോ. എന്റെ തറവാടിന്റെ കാരണവർക്ക് 9 മക്കളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മുറിയിൽ പണം സൂക്ഷിക്കാനായി 3 അലമാരകൾ വച്ചിരുന്നു. ആദ്യത്തേതിൽ കുടുംബത്തിന്റെ എല്ലാ വരുമാനവും സൂക്ഷിച്ചിരുന്നു. കൃഷിയിൽ നിന്നുള്ള വരുമാനം, മക്കളുടെ ശമ്പളം, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നുള്ള വരുമാനം, സ്വന്തം ലോറി സർവീസിന്റെ വരുമാനം, അത്യാവശ്യത്തിന് വായ്പ എടുക്കുന്നത്, പലർക്കും പണം കടം കൊടുത്തിരിക്കുന്നതിൽ നിന്നുള്ള പലിശ മുതലായവ. ഈ അലമാരയിൽ നിന്നാണ് തറവാടിലെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും പണമെടുക്കുന്നത്. ചിലവാക്കുന്നതിന് കാരണവരുടെയും മുതിർന്ന കുടുംബാംഗങ്ങളുടെയും അനുവാദം ആവശ്യമാണ്. സർക്കാർ കണക്കിൽ ഇതിനെ സഞ്ചിത നിധി അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയും. നികുതി, നികുതിയേതര വരുമാനം, കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം, വായ്പ വഴി സ്വരൂപിക്കുന്ന പണം, പലിശ വരുമാനം തുടങ്ങിയവ ഈ കണക്കിൽ വകയിരുത്തുന്നു. സർക്കാരിന്റെ എല്ലാ ദൈനംദിന ചെലവുകളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ഈ കണക്കിൽ നിന്നാണ് ചെയ്യുന്നത്. സഞ്ചിത നിധിയിൽ നിന്ന് ഉറപ്പായും നൽകേണ്ടവ ഒഴികെയുള്ള എല്ലാ ചെലവുകൾക്കും നിയമസഭയുടെ അനുവാദം ആവശ്യമാണ്. അതു ശരി. അപ്പോൾ കാരണവരുടെ 1-ാം അലമാര പോലെയാണ് സർക്കാരിന്റെ സഞ്ചിത നിധി, അല്ലേ മാഷേ? അതിൽ എന്താണ് ഉറപ്പായും നൽകേണ്ട ചിലവുകൾ? അതോ, സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണറുടെ ചിലവുകൾ, വായ്പകളുടെ പലിശ, ന്യായാധിപന്മാരുടെ ശമ്പളം, കോടതി വിധി പ്രകാരമുള്ള ചെലവുകൾ മുതലായവയാണ് നിയമസഭയുടെ അംഗീകാരമില്ലെങ്കിലും ചിലവാക്കേണ്ടവ. ഇതിനെ ചാർജ്ഡ് എക്സ്പെൻസ് എന്ന് പറയും. നിയമസഭയുടെ അംഗീകാരത്തോടെ മാത്രം ചിലവാക്കേണ്ടവയെ വോട്ടഡ് എക്സ്പെൻസ് എന്ന് പറയും. മനസ്സിലായി. ഇനി 2-ാമത്തെ അലമാര. അത് വളരെ അപ്രതീക്ഷിതമായി വരുന്ന ചെലവുകൾ. വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങളോ മറ്റോ കേടാകുന്നത്, പൈപ്പ് പൊട്ടുന്നത്, ആർക്കെങ്കിലും പെട്ടെന്ന് വലിയ ചിലവുള്ള ചികിത്സ വേണ്ടി വരുന്നത് തുടങ്ങിയ ചിലവുകൾ, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ചിലവുകൾ. സർക്കാരിനാണെങ്കിൽ പ്രളയം, ഓഖി പോലെയുള്ള പ്രകൃതി ദുരന്തം, വലിയ അപകടങ്ങൾ, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പകർച്ചവ്യാധികൾ തുടങ്ങിയവ നേരിടാനുള്ള മുൻകൂർ എന്ന നിലയിൽ മാത്രമേ ഗവർണറുടെ നിയന്ത്രണത്തിലുള്ള ഈ ഫണ്ട് ഉപയോഗിക്കാവൂ. ഇതിൽ നിന്ന് ചിലവാകുന്ന തുക ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ നിയമസഭയുടെ അംഗീകാരത്തോടെ തിരികെ വയ്ക്കേണ്ടതാണ്. മാഷേ, കേരളത്തിന്റെ ആകസ്മിക നിധിയിൽ ഇപ്പോൾ എത്ര തുകയുണ്ടാകും? കേരളത്തിന്റെ ആകസ്മിക നിധി ഇപ്പോൾ 100 കോടി രൂപയാണ്. അതായത് സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ കോർപ്പസ് ഫണ്ട്. അത്യാവശ്യ സന്ദർഭത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ധനകാര്യ വകുപ്പിനോട് ആവശ്യമറിയിക്കുമ്പോൾ ധനകാര്യ വകുപ്പാണ് തുക അനുവദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് മുൻകൂർ എടുക്കാനുള്ള കരുതൽ ധനമാണ് ആകസ്മിക നിധി, അല്ലേ മാഷേ? അതെ. ഇനി കാരണവരുടെ 3-ാമത്തെ അലമാര. ഇപ്പോൾ കേൾക്കാൻ നല്ല താൽപര്യമായി. 3-ാമത്തെ അലമാരയിൽ കുടുംബം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങൾക്ക് കിട്ടിയ അഡ്വാൻസ് തുക, പല കാര്യങ്ങൾക്കും മുൻകൂർ ലഭിച്ച തുക മുതലായവ ഉൾപ്പെടും. സർക്കാരിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ മാഷേ? ഉണ്ടല്ലോ. സർക്കാർ കാര്യത്തിൽ ഇതിനെ പൊതുകണക്ക് അഥവാ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നു. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട്, ചെറു സമ്പാദ്യ പദ്ധതികളിലെ തുക, നിരത ദ്രവ്യം പോലുള്ള തുക തുടങ്ങി സഞ്ചിത നിധിയിൽ നിക്ഷേപിക്കാത്ത തുകകൾ പൊതുകണക്കിൽപ്പെടുത്താം. ഇതിലെ തുക ഒന്നും തന്നെ സർക്കാരിൻ്റേതല്ല, തൽക്കാലം സൂക്ഷിക്കുന്നു, അത്ര തന്നെ. സർക്കാർ അക്കൗണ്ടുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. വളരെ നന്ദി മാഷേ.